ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അല്ലു അർജുന്റെ പുഷ്പ 2 ദി റൂൾ എന്ന സിനിമ ആ ചിത്രത്തിന്റെ അടുത്തൊരു ചരിത്രപരമായ ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. സുകുമാർ സംവിധാനം ചെയ്ത അല്ലു അർജുൻ സിനിമ പുഷ്പ 2 ദി റൂൾ എന്ന സിനിമയുടെ 6ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടെല്ലാം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ സിനിമയുടെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 5ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച 90 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമ 922 കോടിയുടെ ഈ കാണുന്ന ഒഫീഷ്യൽ പോസ്റ്ററാണ് ഇന്ന് മൈത്രി മൂവി മേക്കേഴ്സ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇന്നലെ 90 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഇന്ന് ചൊവ്വാഴ്ചയും സമാന കളക്ഷൻ അതല്ലെങ്കിൽ 80 കോടിയിൽ പരം ഗ്രോസ് കളക്ഷൻ എങ്ങനെ പോയാലും കുറഞ്ഞത് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഒഫീഷ്യൽ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തോടെ 1000 കോടിയിലേറെ പുഷ്പ 2 ദി റൂൾ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. നാളെ മൈത്രി മൂവി മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരാനിരിക്കുന്ന 1000 കോടി കളക്ഷൻ പോസ്റ്റർ കാണുവാനായിട്ട് കാത്തിരിക്കാം. അങ്ങനെ ജവാൻ എന്ന സിനിമ റിലീസ് ചെയ്ത ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഇന്ത്യൻ സിനിമ 1000 കോടിയിലധികം തിയേറ്റർ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുക്കുന്ന ദിവസമായിട്ട് ഇന്ന് പുഷ്പ 2വിന്റെ 6ാം ദിവസം ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം മാറിയിരിക്കുകയാണ്. ഇനി ട്രാക്കേഴ്സ് കണക്കിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 880 കോടിയിലേക്കാണ് സിനിമ ട്രാക്കേഴ്സ് കളക്ഷൻ അടിസ്ഥാനത്തിൽ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം എത്തപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ തിങ്കളാഴ്ച മാത്രം 80 കോടി വേൾഡ് വൈഡ് ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്ന് 75 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ 950 കോടിയിലേക്ക് ട്രാക്കേഴ്സ് കണക്കുകൾ പ്രകാരം പുഷ്പ 2 എത്തപ്പെടുന്നതാണ്. നാളെയോടെ ആയിരിക്കും 1000 കോടിയിലേക്ക് ട്രാക്കേഴ്സ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പുഷ്പ 2 എത്തപ്പെടുക എന്നത് ഈ റിപ്പോർട്ടിൽ നിന്ന് ട്രെൻഡിൽ നിന്ന് വ്യക്തമാകുന്നു. ഇനി നമ്മുടെ കേരള ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ചയും സിനിമയ്ക്ക് കേരളത്തിൽ കളക്ഷൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ തിങ്കളാഴ്ച ഇതേ സമയം 38 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ച 29 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ഇന്നലെ 75 ലക്ഷം കേരള ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്ന് 65 ലക്ഷത്തിൽ താഴെ കേരള ഗ്രോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് അങ്ങനെ 15 കോടി കടക്കുകയാണ്. നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ സിനിമയ്ക്ക് കേരളത്തിൽ ഡീസന്റ് കളക്ഷൻ ആണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ. കാത്തിരിക്കും കൂടുതൽ പുഷ്പ 2 ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.